കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചതുമായി ബന്ധപ്പെട്ട് രാജ്ഭവനിലേക്ക് മഹിളാ കോൺഗ്രസ് പ്രവർത്തകരുടെ ലഡു വിതരണം ചെയ്തുകൊണ്ടുള്ള ആഹ്ലാദ പ്രകടനമാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. ജാമ്യം ലഭിച്ചു കന്യാസ്ത്രീകൾക്ക്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ എന്താണ് പറയാൻ? ഈ ഒരു അവസരത്തിൽ ഞങ്ങൾക്ക് അങ്ങേയറ്റം അഭിമാനമുണ്ട്. കോൺഗ്രസ് അതേ തക്കതായ സമയത്ത് തന്നെ ഇടപെടുകയും മതേതരത്വത്തെ ചേർത്ത് നിർത്താൻ വേണ്ടി വർഗീയത ഇല്ലാതാകണമെന്നുള്ള ആശയം പണ്ട് മുതലേ കോൺഗ്രസിൻ്റെ ആശയമാണ്. ആ ആശയം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തിച്ചത്. അത് ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലും AICCയുടെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിൻ്റെ നേതൃത്വത്തിലും ഒപ്പം കേരളത്തിൽ ഏറ്റവും പ്രിയങ്കരനായ KPC പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള വ്യക്തിത്വങ്ങൾ ഇവിടെ ഞങ്ങൾക്ക് അതിൻ്റേതായ മെസ്സേജുകൾ തന്ന താഴെത്തട്ട് വരെയുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും UDFനെയും ഏകീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും അതിന് തക്ക പ്രതിഷേധ പ്രകടനങ്ങൾ നിയോജക മണ്ഡലങ്ങളിലും ഞങ്ങൾ നടത്തുകയും മതേതരത്വത്തെ ചേർത്ത് നിർത്തുക എന്നുള്ള ആശയം വളരെ പണ്ട് മുതൽ ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽ അല്ലെങ്കിൽ കോൺഗ്രസ് ഉറവിടം ഉണ്ടായ കാലഘട്ടം മുതൽ ആ ആശയമാണ് ഞങ്ങളുടേത്. അങ്ങനെ വർഗീയത തുലയാൻ വേണ്ടിയും ഒപ്പം മതേതരത്വം നടപ്പിലാക്കാൻ വേണ്ടിയും ഇന്ത്യക്ക് വേണ്ടിയാണ് കോൺഗ്രസും പോഷക സംഘടനകളും പ്രവർത്തിച്ചതും. അതിൻ്റെ ആഹ്ലാദം പങ്കിടാനായാണ് മഹിളാ കോൺഗ്രസിൻ്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ഗായത്രി V നായരുടെ നേതൃത്വത്തിൽ ഇന്ന് ഞങ്ങൾ ആഹ്ലാദ പ്രകടനവും ലഡു വിതരണവും ഇവിടെ നടത്തിയത്. എന്തായാലും മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ വളരെ സമാധാനപരമായിട്ടുള്ള ഒരു പ്രതിഷേധമായിരുന്നു നമ്മൾ ഇപ്പോൾ രാജ്ഭവനിൽ കണ്ടത്. കാരണം ഈ ഒരു കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു പ്രതിഷേധ സമരങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വളരെ വലിയ സമരങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനോടനുബന്ധിച്ച് അവർക്ക് ജാമ്യവും ലഭിച്ചു. എന്തായാലും ഇപ്പോൾ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ലഡു വിതരണവും അതുപോലെ തന്നെ അവരുടെ ആഹ്ലാദ പ്രകടനവും ഒക്കെയാണ് ഇപ്പോൾ ഈ ഒരു രാജ്ഭവന് മുന്നിൽ നമ്മൾ കണ്ടത്. ക്യാമറമാൻ അനിൽ കുമാറിനൊപ്പം അനശ്വര, വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.